പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് കാണുന്നതാണ് തലശ്ശേരി ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ്. ആ കുട്ടികളുടെ വാർഡ് ഇപ്പോൾ അത്യാഹിത വിഭാഗം, എമർജൻസി വിഭാഗം അത് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയുടെ നേർചിത്രങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കണമെങ്കിലോ അങ്ങോട്ടേക്ക് വയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവിടുത്തെ വൈദ്യുതി ബന്ധം ഓഫ് ചെയ്യണം. ഇല്ലാതെ ചെയ്താൽ മോർച്ചറിയിലേക്ക് തന്നെ ആളുകൾ പോകേണ്ട അവസ്ഥയാകും എന്നതാണ് ഏറ്റവും കഷ്ടകരമായ സ്ഥിതി. ഒപ്പം കുട്ടികളുടെ വാർഡ് ചോർന്നൊലിക്കുന്നതിനെ തുടർന്ന് അത് ഒഴിവാക്കേണ്ടി വരുന്നു. സമയത്തൊരു തുന്നലിട്ടാൽ 9 തുന്നൽ ലാഭിക്കാമെന്ന് നമ്മുടെ ആളുകൾ കാലങ്ങളായി പറഞ്ഞു വെച്ചത് വെറുതെയല്ല. ഒരു ടൈൽ ഇളകുമ്പോഴോ ഒരു ഷീറ്റ് ഇളകി മാറുമ്പോഴോ അത് കൃത്യസമയത്ത് പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഗതികേടിലേക്ക് നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങൾ പോകില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. ഫെലിക്സ്, ഈ ചോർച്ചയ്ക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ 30 ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ പരിതാപകരമായ സ്ഥിതി ആരംഭിച്ചിട്ടുണ്ടാകും. ഒരു മെയിന്റനൻസ് വർക്കും അവിടെ നടന്നിട്ടില്ല. അതിനുപോലും ഇനിയിപ്പോ പുരാവസ്തു വകുപ്പിന്റെ അനുമതി വേണമെന്നില്ലോ, റെനോവേഷനോ അല്ലെങ്കിൽ അത്തരം നവീകരണ പുറത്ത് ദിവിഷ് കണ്ട ഒരു ബോർഡുണ്ട്, അത് ദുബായ് KMCC അവരൊക്കെ ബന്ധപ്പെട്ടാൽ പ്രവാസി സംഘടനകളൊക്കെ ബന്ധപ്പെട്ടാൽ സഹായിക്കും, ഒരു സംശയവുമില്ല. അവര് നൽകിയ പണം കൊണ്ട് കുറെയൊക്കെ പണതുണ്ടാവും. ദുബായ് KMCC റെനോവേറ്റഡ് ബൈ, അതായത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ദുബായ് KMCC ആണ്. ഒരുപക്ഷെ അവരെ അറിയിച്ചാൽ അവരെ ഒരുപക്ഷെ നന്നാക്കി തന്നേനെ. ഫെലിക്സ്, തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ നമുക്കറിയാം എത്രമാത്രം ഗതികൾ